ഹായ് ഗൈസ്, അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് കിട്ടിയിട്ട് വിജ്ഞായാലും. ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസറാണ് തേക്കാൻ പോണത്. സീരം മോയ്സ്ചറൈസറാണ്, ബോൺസിൻ്റെ ക്രീമാണ്. എനിക്കത് ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് എൻ്റെ ഫേസിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് തേച്ച് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അമ്മേൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകണം. അന്ന് എനിക്ക് ഈ ഡേ എനിക്ക് തിരക്ക് മാത്രമായിരുന്നു. എൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ സൺക്രീമും തേക്കുന്നുണ്ട്, വർത്താനം പറയുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ തേക്കൽ കണ്ടതൊന്നും ഞാൻ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടിട്ടുണ്ട്. അങ്ങനെ പിരികം എഴുതുമ്പോൾ എന്തോ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ എനിക്കെന്തോ കോൺഫിഡൻസ് വന്ന പോലെ അതിന് പൊട്ടും വെച്ചു. പിന്നെ ചുന്തിരി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൗഡർ ഇടണമല്ലോ. പൗഡർ ഇട്ടതോ പാളി. പൗഡർ ഇട്ടതൊക്കെ എൻ്റെ ബ്ലാക്ക് ഡ്രസ്സിൽ മൊത്തമായി. പിന്നെ അത് ഞാൻ മായ്ക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പാടിലായിരുന്നു. എന്തൊക്കെയൊക്കെ കയ്യിൽ കിട്ടി, അതുകൊണ്ടൊക്കെ മായ്ച്ചിട്ടൊന്നും പോകണില്ല. പിന്നെ ഞാൻ എന്തോ കുറച്ച് വെള്ളം കൂട്ടി മായ്ച്ചപ്പം സെറ്റായി. പിന്നെ നമ്മുടെ ഭർത്താവിൻ്റെ കുറിയൊക്കെ തൊട്ടിട്ട്, കുറി മീൻസ് സിന്ദൂരൊക്കെ തൊട്ടിട്ട് കണ്ണ് എഴുതാണ്ടെന്നപ്പോൾ ഞാനെന്തോ കംപ്ലീറ്റഡ് അല്ലാന്ന് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഈ കണ്ണെഴുതിയപ്പോൾ ഞാൻ ഫുൾ കംപ്ലീറ്റഡായി. നമുക്ക് എന്തോ ഒരു എനർജി കിട്ടുന്ന പോലെയല്ലേ കണ്ണെഴുതുമ്പോൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കണേ. എനിക്ക് പേഴ്സണലായിട്ട് കണ്ണെഴുതാണ്ട് പുറത്ത് പോകുന്നത് ഇഷ്ടമല്ല. പിന്നെ നമ്മളെ തലച്ചേന് ഞാൻ അങ്ങനെ രാത്രി കിടക്കുമ്പം അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ യൂസ് ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ കെട്ടുവിൻ്റെ കൂടെ പുറത്ത് പോയി ഇങ്ങനെ സുരഭിമാണല്ലോ അത്. പിന്നെ അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ കുട്ടിക്ക് ഒരു ട്രൗസറൊക്കെ മേടിച്ച് ഓണക്കോടിയൊക്കെ നേരെ വീട്ടിലേക്ക് വന്നു. നമുക്ക് ഉത്രാട ദിനം